സമസ്തയിലെ മുതിർന്ന പണ്ഡിതനെന്ന് ഇപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പേരോട് ഉസ്താദിൻ്റെ ഒരു സംസാരം നമുക്ക് കേൾക്കാം. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. കേട്ടല്ലോ, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും നമുക്ക് ചില നിലപാടുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഏതെങ്കിലും ഒരു സ്വപ്നത്തെ നിലപാടായി അടിസ്ഥാന പ്രമാണമാക്കി സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി കൂടി കേൾക്കാം. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ, അത് സമസ്തയുടെ കുതന്ത്രമാണ് കേട്ടോ എന്നാണ് പറയേണ്ടത്. അത് ശൈത്താൻ്റെ കുതന്ത്രം, അത് സമസ്ത എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. എന്നിട്ട് പിശാചിനെ അടിമപ്പെട്ട് ആ പിശാചിൻ്റെ കൽപ്പനയനുസരിച്ച് ഇന്നിതാ അതിനൊരു പ്രമാണമാക്കി കൊണ്ടുവന്ന് നബിദിനം ആഘോഷിക്കാൻ ഇതാ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും സഹോദരന്മാരെ, ഒരു അബൂലഹബിന് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ എത്രത്തോളം വിശുദ്ധ ഖുർആനിന് അതിനൊരു അധ്യായം തന്നെ പറഞ്ഞു, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനൊരു അധ്യായം തന്നെ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറേ സമ്പത്തുണ്ട്, മക്കളുണ്ടെന്നൊക്കെ അഹങ്കാരം നടിച്ചപ്പോൾ അള്ളാഹ് അവിടെയും തിരുത്തി. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, ഉണ്ടാക്കിയതും ചെയ്തു വെച്ചതൊക്കെ ബാത്തിലായി പോകുന്ന, എല്ലാം നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞു. മക്കൾ ഉപകരിക്കൂല, സമ്പത്ത് ഉപകരിക്കൂല, അങ്ങനൊരു അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതെപ്പോഴാണ് പറയണത്? അബൂലഹബ് ജീവിച്ചിരിക്കുന്ന സമയത്താണ്. എന്നിട്ടോ വർഷങ്ങളോളം അബൂലഹബ് ഈ സൂറത്ത് കേട്ടുകൊണ്ട് ജീവിച്ചു. സംഭവിച്ചു, മക്കൾ ഉപകരിച്ചില്ല, സമ്പത്ത് ഉപകരിച്ചില്ല, എല്ലാം നശിച്ചു. എന്നിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നരകത്തിൽ ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നു എന്നതും കൊണ്ട് വന്നിട്ടാണ് ഇവർ നബിദിനാഘോഷത്തിന് തെളിവ് കൊണ്ടുവരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്താ പറയണത് ഈ വിഷയത്തിൽ? വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിശ്വാസികൾക്ക് നരകശിക്ഷയാണ് എന്നും ആ ശിക്ഷയിൽ ഇളവില്ല എന്നും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിലെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു.